നല്ല രീതിക്കാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇനി ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് മാത്രമാണ്. കൂടാതെ തന്നെ ഇനിയും 5 കുളം കൂടി നവീകരിക്കാനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു നഗരസഭയ്ക്കും കൊടുക്കാത്തത്ര തുക നമ്മളെ താല്പര്യം കണ്ടുകൊണ്ട് തന്നെ അവർ തന്നു. 80 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ തന്നത്. അതിന്റെ വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പൊതുജലാശയങ്ങൾ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നഗരപരിധിയിലെ 12 കുളങ്ങളുടെ നവീകരണത്തിന് തുടക്കമിട്ട് പെരിന്തൽമണ്ണ നഗരസഭ. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 80 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ നവീകരിക്കുന്നത്. നഗരസഭയിലെ 25-ാം വാർഡിൽ നവീകരണം പൂർത്തിയായ നാരിയേങ്ങൽ കുളം നാടിനു സമർപ്പിച്ച് അമൃത് മിഷൻ ഡയറക്ടർ MG രാജമാണിക്യം കുളങ്ങൾ നവീകരിക്കുന്നതിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നിർവഹിച്ചു. പെരിന്തൽമണ്ണ നഗരപരിധിയിൽ നിലവിൽ ഉപയോഗിക്കുന്നതും ഉപയോഗശൂന്യമായതുമായ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കാനുള്ള ബൃഹത് പദ്ധതികൾക്കാണ് ഭരണസമിതി രൂപം നൽകുന്നത്. കുളങ്ങൾ നവീകരിച്ച് പാർശ്വഭിത്തി കെട്ടി സംരക്ഷിച്ചാൽ അതാത് മേഖലയിലെ നാട്ടുകാർക്ക് കുളിക്കാനും മറ്റാവശ്യങ്ങൾക്കും മാത്രമല്ല നീന്തൽ പരിശീലനത്തിലും ഉപയോഗപ്പെടുത്താനാവും. പൊതുജലാശയങ്ങൾ വീണ്ടെടുത്ത് സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ് അമൃത് 2.0 പദ്ധതി പെരിന്തൽമണ്ണ നഗരസഭയുടെ 2023-24 വാർഷിക പദ്ധതി എന്നിവയിൽ ഉൾപ്പെടുത്തി 80 ലക്ഷം രൂപ ചെലവഴിച്ച് നഗരപരിധിയിലെ 12 കുളങ്ങൾ നവീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നവീകരണം പൂർത്തിയാക്കിയ നഗരസഭയിലെ 25-ാം വാർഡിൽ കുന്നപ്പള്ളി ചോലക്കൽമുക്ക് നാരിയേങ്ങൽ കുളം നാടിന് സമർപ്പിച്ച് അമൃത് മിഷൻ ഡയറക്ടർ MG രാജമാണിക്യം കുളങ്ങൾ നവീകരിക്കുന്നതിന്റെ മുനിസിപ്പൽ തല ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് ഓരോ നഗരസഭയ്ക്കും അമൃത് മിഷൻ പദ്ധതിയിൽ 40 ലക്ഷം രൂപ അനുവദിക്കുമ്പോൾ പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് 80 ലക്ഷം രൂപ അനുവദിച്ചത് മികച്ച പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അമൃത് 2ാം ഘട്ടം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്ത ഒരു കുളമായിരുന്നു. 10 ലക്ഷം അടങ്കൽ തുകയായിരുന്നു. പെരിന്തൽമണ്ണ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ശരിക്ക് 40 ലക്ഷമാണ് മാക്സിമം ആയിട്ട് ഒരു നഗരസഭയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്. പക്ഷേ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആൾറെഡി 80 ലക്ഷം കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എസ്പെഷ്യലി ഇവിടുത്തെ ഭരണസമിതി ചെയർമാൻ ഇവിടെ പ്രത്യേകമായിട്ടുള്ള ഒരു വാട്ടർ ബോഡി റെജുവിനേഷന്റെ താല്പര്യം അനുസരിച്ചാണ് കൂടുതൽ തുക നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ 5 കുളങ്ങൾ നവീകരിക്കുന്നതിനുള്ള അപേക്ഷ പരിഗണിച്ചതായും വാർഡ് കൗൺസിലർ മികച്ച പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളതെന്നും കൂടുതൽ ജലസ്രോതസ്സുകൾ വീണ്ടെടുത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ സഹായം ലഭ്യമാക്കുമെന്നും MG രാജമാണിക്യം ഉറപ്പു നൽകി. നല്ല രീതിക്കാണ് ഈ കൺസ്ട്രക്ഷൻ നടത്തിയിരിക്കുന്നത്. ഇനി ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് മാത്രമാണ്. കൂടാതെ തന്നെ ഇനിയും 5 കുളം കൂടി നവീകരിക്കാനുള്ള പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ പരിഗണിക്കും. നസീറ ടീച്ചർ നല്ല രീതിക്കാണ് ഈ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനിയും കൂടി കൂടുതൽ ചെയ്യണം. കുളങ്ങൾ നമ്മൾ വളരെ പ്രധാനമായിട്ട് ഗ്രൗണ്ട് വാട്ടർ ഒരു ഡെവലപ്മെന്റിന് കുളങ്ങൾ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ പെരിന്തൽമണ്ണ നഗരസഭ പ്രത്യേകിച്ച് നന്നായിട്ട് ചെയ്ത ഈ സാഹചര്യത്തിൽ കൂടുതൽ കുളങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാം. നഗരസഭാ ചെയർമാൻ P. ഷാജി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരത്തിലെ പ്രധാന വികസന പ്രവർത്തനമായാണ് ജലസ്രോതസ്സുകളുടെ നവീകരണത്തെ ഭരണസമിതി കാണുന്നതെന്നും അമൃത് മിഷൻ പദ്ധതിയിൽ കുളങ്ങളുടെ നവീകരണത്തിന് കൂടുതൽ ഫണ്ട് ലഭിക്കാൻ നടപടിയായിട്ടുണ്ടെന്നും ചെയർമാൻ പറഞ്ഞു. മറ്റൊരു നഗരസഭയ്ക്കും കൊടുക്കാത്തത്ര തുക നമ്മളെ താല്പര്യം കണ്ടുകൊണ്ട് തന്നെ അവർ തന്നു. 80 ലക്ഷം രൂപയാണ് ആദ്യഘട്ടത്തിൽ തന്നത്. അതിന്റെ വർക്കാണ് ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വർക്ക് കണ്ടിട്ട് ഇനി എത്ര തുക വേണമെങ്കിലും തരാമെന്ന് അമൃത് മിഷൻ ഡയറക്ടർ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അത് നല്ലൊരു വാർത്തയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് ഇനിയും ഒരുപാട് കുളങ്ങൾ ശരിയാക്കാനുണ്ട്. അതിലേക്ക് കടക്കും. അമൃത് 2ന്റെ ഉദ്ദേശം എന്താണോ, ഈ വാട്ടർ റെജുവിനേഷനുമായി ബന്ധപ്പെട്ടൊക്കെ എന്താണ് ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശത്തിലേക്ക് പെരിന്തൽമണ്ണ നഗരസഭ കടക്കാൻ വേണ്ടി പോവാണ്. നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കുളങ്ങൾ നവീകരിച്ചിട്ടുണ്ട്. നിലവിൽ 11 കുളങ്ങളുടെ നവീകരണം നടന്നു വരികയാണ്. 5 കുളങ്ങൾ വീണ്ടെടുത്ത് സംരക്ഷിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നഗരസഭയുടെ ഫണ്ട് വെച്ച് 3 കുളങ്ങൾ നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. അതിന് പുറമെ ഇനി 5 കുളങ്ങൾ കൂടി നമുക്ക് നവീകരിക്കാനുണ്ട്, വീണ്ടെടുക്കാനുണ്ട്. അതിനുള്ള പ്രവർത്തനം കൂടി നടക്കുന്നത്. ഇപ്പൊ 11 കുളങ്ങളുടെ നവീകരണമാണ് നടന്നത്. വാർഡ് കൗൺസിലറും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ നസീറ ടീച്ചർ, മുനിസിപ്പൽ സെക്രട്ടറി മിത്രൻ G, സ്ഥിരം സമിതി അധ്യക്ഷരായ അമ്പിളി മനോജ്, മുണ്ടുമ്മൽ മുഹമ്മദ് ഹനീഫ, K. ഉണ്ണികൃഷ്ണൻ, മൻസൂർ നെച്ചിയിൽ, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കം വാട്ടർ എക്സ്പേർട്ട് സ്റ്റേറ്റ് മിഷൻ മാനേജ്മെന്റ് യൂണിറ്റ് പ്രതിനിധി വിജയകുമാർ MK, അർബൻ ഇൻഫ്രാസ്ട്രക്ചർ കം വാട്ടർ എക്സ്പേർട്ട് സിറ്റി മിഷൻ മാനേജ്മെന്റ് യൂണിറ്റ് പ്രതിനിധി മാധവൻ KN, മുനിസിപ്പൽ എഞ്ചിനീയർ നിഷാന്ത് K തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു.
ജനപ്രതിനിധികൾ, നാട്ടുകാർ, ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പേരാണ് നവീകരിച്ച നാരിയങ്ങൽ കുളത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. നഗരഭരണാധികാരികളുടെ ദീർഘവീക്ഷണവും നഗരസഭാ ചെയർമാൻ പി ഷാജിയുടെ ഭരണ മികവും ഒന്നിക്കുമ്പോൾ നഗരം സമഗ്ര വികസനത്തിലേക്ക് കുതിക്കുകയാണ്. ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന പദ്ധതികൾക്ക് ഫണ്ട് വകയിരുത്തിയും മറ്റ് ഏജൻസികളിൽ നിന്ന് ഫണ്ട് കണ്ടെത്തിയും നടത്തിവരുന്ന വികസന പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട ഒന്നായി മാറുകയാണ് കുളങ്ങളുടെ വീണ്ടെടുപ്പും നവീകരണവും. ചാനൽ 10 പെരിന്തൽമണ്ണ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം അത്യാകർഷകമായ ഓഫറുകളിൽ. കൂടാതെ 5% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. വെഡിംഗ് പർച്ചേസുകൾക്ക് സ്പെഷ്യൽ ഓഫറുകൾ. 18 കാരറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ വൈവിധ്യങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% സ്പെഷ്യൽ ഡിസ്കൗണ്ടുകൾ. ഒപ്പം 0% പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമുകളും. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. ബൈപ്പാസ് റോഡ്, പെരിന്തൽമണ്ണ.